ഹലോ ഗൈസ്, വെൽക്കം ടു ക്രേസി ബോയ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഗ്രാനി ചാപ്റ്റർ 3 ആണ്, സെക്കൻഡ് പാർട്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഇന്നലത്തെ മാതിരി തന്നെയാണ്. 1K 100 ആണ്. എല്ലാവരും അടിച്ചു വിളിക്കുക. 100 ആൾക്കാർ കണ്ട് 100 ആൾക്കാർ ലൈക്ക് ചെയ്താൽ മതി. 100 പെട്ടെന്ന് എടുക്കും. നിങ്ങൾക്ക് സിമ്പിളാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യണം. നമ്മളിപ്പോൾ കാത്തുക്കുന്ന ഗ്രാനീനാണ്. ഗ്രാനി വന്നിട്ട് ഗ്രാനീനെ അടിച്ചുറക്കിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. കമോൺ ഗ്രാനിയെ, നമുക്ക് കല്ല് കൊടുക്കാം ഗ്രാനീനെ അടിക്കാനുള്ള. പിന്നെ വേറെ ഏതെങ്കിലും ഹൊറർ ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. വേറെ ഹൊറർ ഗെയിംസ്, പിന്നെ ഇതിൻ്റെ ട്രെയിൻ എസ്കേപ്പ്, അങ്ങനെ കുറച്ച് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ഈ ഗ്രാനീൻ്റെ ഹൗസുള്ള മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ കല്ല് കിട്ടൂലേ. കല്ല് ഗ്രാനി അടിക്കും. അയ്യോ, മിസ്സായി. നമുക്ക് അടുത്തടി അടിക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഞാൻ ആ ഷെഡിൻ്റെ അവിടെ ഒരു പ്ലാങ്ക് കണ്ടിരുന്നു. നമ്മളെ മുകളിലത്തെ റൂമിൽ കൊണ്ടിടുന്ന പ്ലാങ്കാണ്. നമുക്ക് വേഗം പോയി എടുക്കാം. നമുക്ക് വേഗം അടിക്കണം, പെട്ടെന്ന് അടിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമുക്ക് പ്ലാങ്ക് എടുത്ത് നേരെ പോവാം. വൺ കെ ആക്കണം വേഗം. നമ്മൾ പ്ലാങ്ക് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേഗം പോയിട്ട് അവിടെ എന്താ ഉള്ളത് നോക്കാം. നല്ല പോട്ടെ, ഇവിടുന്നേറ്റ വീണാലേ വേണമെന്നില്ല, എന്നാലും വീകണ്ട. വീണാ ചുറ്റി വരണ ആക്സിലേറ്റർ, നമ്മളെ ട്രെയിനിൻ്റെ ആക്സിലേറ്ററാണ്. നമുക്ക് ട്രെയിൻ എസ്കേപ്പിൽ ചെയ്യുക. ട്രെയിൻ എസ്കേപ്പ് ആണ് മസ്റ്റ് കമൻറ്റ്. നമുക്ക് വേഗം പോവുക. നമ്മളെ സ്ക്രീൻഷോട്ട് എടുക്കാം. ട്രെയിൻ എണീച്ചാലോ, സ്ക്രീൻഷോട്ട് എടുത്ത് പോവുക. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എന്നൊക്കെ പറയ്. ഇല്ല മോനെ, ഇവിടെ എവിടെയൊന്നും ഇല്ല മോനെ. നമ്മൾ അടിച്ചുറക്കിയില്ലേ, സങ്കടായി മോനെ. ഗ്രാനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഇനിയും ഞാൻ അടിക്കും വേണം. ഇനിയും ഞാൻ അടിച്ചുറക്കും. ഞാൻ ഗ്രാനി എണീച്ചിട്ടുണ്ട് എന്നാ തോന്നുന്ന, അറിയൂല. കല്ല് പെറുക്കാം. കല്ലേ. ഇനിയിപ്പോൾ എന്താ വേണ്ട, നമുക്ക് ഇനി ഒരു ഫ്യൂസ് എന്ന് പറയുന്ന സാധനം വേണം. ഷെഡ് തുറന്നാൽ അതിൻ്റെ അടുത്ത് ജനറേറ്റർ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു കേബിളും വേണം. അത് രണ്ടും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാം. വേഗം താഴെ പോയിട്ട് എന്തോ ഒരു ചില്ല് പോലത്തെ സാധനം പൊട്ടിക്കണം. ഇതാ നമ്മൾ അസ്ഥി കൂടെ ചില്ല് പോലത്തെ എന്തോ സാധനം പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് ചില്ല്. ഇതിൻ്റെ അടുത്തുനിന്ന് ക്രോബാറും ബാഗുണ്ട വേറെ എന്തൊക്കെയും കിട്ടും. നമുക്ക് ഷെഡ്ക്കി കിട്ടണം. ഷെഡ്ക്കി പറഞ്ഞ പോലെ തന്നെ ഷെഡ്ക്കി കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ക്രോബാർ എടുത്തിട്ട് പോവാം. ക്രോബാർ എടുത്ത് പോയി നമുക്ക് ഇവിടെ ഒന്നുണ്ട് തുറക്കാം. പിന്നെ മുകളിലൊന്നുണ്ടല്ലോ, അതും നമുക്ക് പോയി തുറക്കാം. അമ്മേ ഗ്രാനി അടിക്കല്ലോ ഗ്രാനി. മോനെ, ഗ്രാനി സർപ്രൈസായി കയറിയെന്ന് ഗൈസ്. ഡേ 4 ആണ്. അവസാനത്തെ ദിവസം ഡേ 4. അവസാനത്തെ ദിവസമല്ല, നമ്മളെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. വേഗം പോയിട്ട് ഇതാക്കുക. ഡേ 4 ആണോ ഡേ 3 ആണോ അറിയില്ല. ഡേ 3 ആണെന്ന് തോന്നുന്നത്, അറിയില്ല. ഏതൊരു ഡേ
അപ്പോൾ ഈ റോബോട്ടിൻ്റെ അടുത്ത് പോവുക. റോബോട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് സൗണ്ട് ഉണ്ടായിക്കോളും. അപ്പോൾ ഗ്രാനി പെട്ടെന്ന് വന്നോളൂ. പെട്ടെന്ന് വെച്ചാൽ അമ്മാതിരി പെട്ടെന്ന് വരും. റോബോട്ടെ സൗണ്ട് ഉണ്ടാക്കി റോബോട്ടെ. ഇതാണ് പൈസ് നമ്മളെ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പം തന്നെ നമ്മളെ ഗ്രാനി വരും വിചാരിക്കുന്നു. ഗ്രാനി കാത്തൊരു മണിക്കൂർ നിൽക്കണം അവിടെ. വേഗത്തെന്താ ഗ്രാനി ഇവിടെ? നമുക്ക് സെൻസിറ്റിവിറ്റി കുറച്ച് കൂട്ടിടാം. പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിക്കുന്നു. റോബോട്ട് എന്താ വരുന്നുണ്ട്. ടിച്ചറക്കി ഒരു കറക്റ്റ് ബുള്ളറ്റ് കൊണ്ട് ഗൈസ്, കറക്റ്റ് കൊണ്ട്. എന്ത് ഭാഗ്യമുണ്ട്. നമ്മൾ ക്രോബാർ ഇവിടെ ഉണ്ട്. നമുക്ക് ക്രോബാർ എടുത്തിട്ട് വേഗം പോയിട്ട് മേലെ ഉള്ളത് തുറക്കാം. അതാ ക്രോബാർ ഒന്ന് ഇന്നെ നോക്കുന്നത് ഇന്നെ ഇഷ്ടമായി. ക്രോബാർ കറക്റ്റ് തന്നെ നോക്കിയാണല്ലേ നിൽക്കുന്നേ. പൈസ നമുക്ക് വേഗം പോയിട്ട് മേലത്തെ തുറക്കാം. മേലത്തെ വേഗം പോയി തുറക്കാം. മേലത്തത് ഇനി വരുന്നു. അല്ല നമുക്ക് പോകണ്ട. ഇവിടെ എസ്കുലേറ്റർ ഉണ്ടല്ലോ. എൻ്റെ ഒരു ഇതാണ് എലവേറ്റർ, എസ്കുലേറ്റർ അല്ലേ ലിഫ്റ്റ് അതുണ്ടല്ലോ. നമുക്ക് അതിൽ കയറി പോവാം. ഇത് മേലെ തിരിഞ്ഞതാ ആ ബോക്സാണ് ഞാൻ പറഞ്ഞത്. ആ ബോക്സിലുണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും. ജനറേറ്റർ കേബിൾ താഴെ കൊണ്ടുപോയിക്കണ്ട. മറ്റേ ഷെഡ് തുറന്ന ജനറേറ്റർ ഉണ്ടാവും. അതിൻ്റെ കേബിളാണിത്. നമുക്ക് വേഗം പോവാം. ഷെഡ്ക്ക് നമ്മൾ താഴെ കണ്ടിരുന്നു. നമുക്ക് താഴെ പോവാം. ക്രോബാറോടെ കാണിക്കുന്നത് ഏറ്റവും അടിയിൽ നമ്മൾ ആ ചില്ല് പൊട്ടിച്ച് കയറിയില്ല. അവിടെയാണ് ഷെഡ്ക്ക് ഉള്ളത്. നമുക്ക് ഇവിടെ വേഗം പോയി ഷെഡ്ക്ക് എടുത്തിട്ട് വരാം. നമ്മളെ ലിഫ്റ്റ് കൂടെ താഴേക്ക് പോവുകയാണ്. പിന്നെ വീണ്ടും പറയുന്നു, വേറെ ഏതെങ്കിലും ഹൊറർ ഗെയിംസ് അല്ലെങ്കിൽ സാധാ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഉറപ്പായി ഞാൻ കളിക്കുന്നതാണ്. നിങ്ങൾ കമൻറ്റ് തന്നാൽ ഞാൻ കളിക്കും. പിന്നെ മൈൻക്രാഫ്റ്റ് അങ്ങനത്തെ ഗെയിംസൊക്കെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യും, ഞാൻ കളിക്കും. മജങ്ക് സ്റ്റുഡിയോ ഇപ്പം നമുക്ക് ഗ്രാനിയിൽ ശ്രദ്ധിക്കാം. മജങ്കൊക്കെ പിന്നെ ഷെഡ് ഇട്ടിരിക്കുന്ന പോവാ. ഷെഡ് ഇറക്കാം. ഷെഡ് ഇറക്കാം. ഷെഡ് ഇവിടെ തന്നെ അടുത്താണ്. പിന്നെ നമ്മളെ കോക്കനറ്റ് കിട്ടിയിരിക്കുന്നത് എനിക്കറിയില്ല. കോക്കനറ്റ് കിട്ടിയിരിക്കുന്നത് അത് ആ സാധനത്തിൽ കോക്കനറ്റാണ് ഉടക്കേണ്ടത്. സംതിങ് കട്ട് എന്ന് പറയില്ല. ഐ ക്യാൻ കട്ട് സംതിങ് ഹിയർ. അത് കോക്കനട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉടക്കാം. മിക്കവാറും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതായി കിട്ടുക എന്നാണ് ഇനി പറയുക. കോയിൻ ട്രെയിനിൽ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കണ്ടേ. എനിക്ക് കോയിനാണ് ഇത്. അവിടെയാണ് ജനറേറ്റർ കേബിൾ വെക്കണ്ടേ. വേഗം പോയിട്ട് ജനറേറ്റർ കേബിൾ എടുത്തിട്ട് വരാം. ഫിറ്റ് ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കണം. സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഗ്രാനീനെ അടിക്കണം. ഈ ഗ്രാനി ഗെയിമിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കല്ല് കിട്ടാൻ നല്ല ക്ഷാമമാണ്. 1-2 റൗണ്ട് കിട്ടുമ്പോഴാണ് ഒരു കല്ല് കിട്ടുക. നല്ല പണിയാണ്. വേഗം പോയിട്ട് ഇതെടുക്കുക. സ്ലിംഗ് ഷോട്ട് എടുക്കുക. ഗ്രാനീനെ അടിക്കുക. അടിച്ചുറക്കുക. ഇത് നമ്മളെ 3rd ഡേ ആണ്. ഇതിനെ സ്കിപ്പ് ചെയ്യാൻ നോക്കണം. ഇനി എവിടെ ഉണ്ടാവും?
പിന്നെ ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ലാഗ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നമുക്ക് അറിയില്ല. ഗ്രാനി ഇതാ പോണ്. അയ്യോ മിസ്സാക്കി. അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് വീട് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെ മിസ്സായി. കാരണം ഇപ്പത്തെ കൂടെ ചുറ്റി പോവാ ഗ്രാനേ. ആ കൊണ്ട് ഓടി. അയ്യേ കൊണ്ടില്ല. ഞാൻ പോവാ. ഞാൻ പോയിട്ട് കല്ലെടുത്തില്ല. കല്ല് ഇവിടെ ഒന്നും കാണില്ല. നമ്മൾ ഒരു വട്ടം വീടൊക്കെ ചുറ്റി ചെയ്താ ഗ്രാനി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കിളിയാണോ അത് സ്റ്റാറാണോ എന്തൊക്കെയൊക്കെ തലയിൽ കൂടെ പറക്കുന്നുണ്ട്. നിങ്ങൾ തലക്കേ വീണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഗ്രാനി നോക്കാവുക വിൽക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ അടിച്ചപ്പോൾ ഗ്രാനി 2.5 മിനിറ്റിന് പോയില്ല എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. പോയി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ല. നമുക്ക് തലക്കടിക്കണം മാക്സിമം, എന്നാലേ റെഡി ആവുള്ളൂ എന്നാ തോന്നുന്നത്. എങ്ങനെയും എസ്കേപ്പ് ചെയ്യണം നമുക്ക്. ഇതാ വരുന്നു. അത് ഇതായിട്ടില്ല, കുറച്ച് നേരത്തിനേ ഇത് ഉണ്ടാവുള്ളൂ. തലാർക്കം കുറച്ച് നേരത്തിനേ ഉണ്ടായിട്ടുള്ളൂ, 2 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കല്ല് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇനി ഗ്രാനീന് പോയി ഉറക്കാം. ഗ്രാനി ഇതിൽ കൂടെ പോകേണ്ടത് ചിലപ്പം അതാ പോണേ. എനിക്ക് കല്ലുള്ള പോലെ തോന്നിയതാണ്. ഷേടേ ഗ്രാനി അവിടെ നിന്നിട്ട് മുള്ള് കാലിന് ചവിട്ടിയുള്ള മുള്ളിട്ട് ഇത് ചെയ്യാം. ഗ്രാനീനെ കൊണ്ടുള്ള ഇടങ്ങാറെ ചില്ലറായില്ല. സമയം എന്തായാലും ഒരു കല്ല അതിൽ കൂടെ ഗ്രാനി പോകും. മുളുക്കല്ല പോണേ, അപ്പോൾ ഇതിൽ കൂടെ എന്തായാലും പോകണം. മുളുക്ക് എടുക്കും എവിടേക്കെങ്കിലും ആയിക്കും. അതാ പോണേ. എങ്ങോട്ട് വേണേലും ഇതിൽ കൂടെ തന്നെ പോണേ. നമുക്ക് ഒരു ഉണ്ടയുള്ളപ്പോൾ നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നിലത്ത് കിടാൻ സൗണ്ട് കിട്ടുമായിരുന്നു പ്രതീക്ഷിക്കുന്നു. അതാ നിൽക്കുന്ന സ്റ്റെപ്പ് ഇറങ്ങിയിരിക്കുക. കാരണം സ്റ്റെപ്പ് ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഗ്രാനിയും അങ്ങനെ തന്നെ ഇറങ്ങട്ടെ. കാരണം സ്റ്റെപ്പിലായിട്ട് നിൽക്കുമ്പോഴേ ബുള്ളറ്റ് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വേഗം പോയിട്ട് ജനറേറ്റർ കേബിൾ എടുത്ത് നമുക്ക് ജനറേറ്ററിൽ കുത്തിയേക്കാം. അപ്പോൾ കറണ്ട് വരും എന്നാണ് തോന്നുന്നതല്ല, കറണ്ട് വരും. ജനറേറ്റർ പിന്നെ അതിനല്ലേ വർക്ക് ചെയ്യുന്നത്. എന്ത് പൊട്ടത്തറി പറയുന്നു. നമുക്ക് സ്വിച്ച് ഓൺ മേലക്കുക. സ്ഥലം അതെന്താ? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ അവിടെ എണീച്ച് നിന്നിട്ട് ഇതാണ് ജനറേറ്റർ കേബിൾ. നമ്മൾ ജനറേറ്ററിൽ കൊണ്ട് കുത്തണം. നമ്മളിത് നേരെ എടുത്ത് ചാടിയാൽ നമ്മളെ ഇതാവും, ഇഞ്ചുറി ആവും, നമ്മൾ ചാവും, നമ്മളൊരു ഡേ പോവും. ഇതാണ് ഡയറക്റ്റ് എടുത്ത് ചാടാത്ത. ഇതുകൂടി കുത്തി വെച്ചാൽ പിന്നെ നമുക്ക് ഫ്യൂസ് മാത്രം മതി. ഫ്യൂസ് എനിക്ക് അവിടെ കിട്ടാൻ അറിയില്ല. പിന്നെ എല്ലായിടത്തും തിരഞ്ഞ് ഷെഡ് നല്ല ചവിട്ടാണ് പോട്ടെ. നമുക്ക് ഇവിടെ കൊണ്ടുപോയി ജനറേറ്ററിൽ ഇതാക്കിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാന്നുണ്ട്. ഇവിടെ അവിടെ അല്ല. അതാ പിന്നെ സ്വിച്ച് ഓൺ ആയാൽ ടെഡി എടുത്തിട്ട് വേഗം പോയിട്ട് അതിലൊരു തൊട്ടിലുണ്ട്. ആ തൊട്ടിൽ സ്ലെൻഡറിനേൻ്റെ തൊട്ടിലാണ്. ഗ്രാനീൻ്റെ അതേ മോളാണ്. ഗ്രാനീൻ്റെ ഒരു മോള്. നമുക്ക് അതിൻ്റെ ടെഡിയാണിത്. നമുക്ക് കൊണ്ടിടാം. ടെഡി തൊട്ടിൽ കൊണ്ടുവരാം. ഏറ്റവും മുകളിലാണ് ഉള്ളത്. വേഗം പോവുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തൊട്ടി. നമുക്കിത് ഇടാം. കുടുങ്ങിയ ഗ്രാനീൻ്റെ അതേ മോള് അതേ വായി കറക്റ്റ് ഗ്രാനി തന്നെ. ഇത് വലുതായി കാണാൻ ഗ്രാനി 6, 7 ഒക്കെ ഇറങ്ങുക. ഗ്രാനി 5 വരെ എന്താ ഇറങ്ങിയെന്നാ തോന്നുന്നു. 6 or 5 വരെ ഇറങ്ങിയിരുന്നത്. നമുക്ക് പിന്നെ
കുറച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കാം. മേലെ പോവാ. കറണ്ട് വന്ന് പക്ഷെ ഫ്യൂസ് ഇല്ല. ഗേറ്റ് തുറക്കില്ല, വർക്ക് കണ്ടോ. അവിടെ ഒരു ചെറിയ ഒരു ഓട്ടോളത്തെ സാധനം ഉണ്ട്. അതിൽ നമ്മൾ ഫ്യൂസ് ഇടണം. ഫ്യൂസ് മറ്റേ എനിക്ക് തോന്നുന്നു ഇനി ആകെ ഒരു വഴിയുള്ളൂ. സിലിണ്ടറിനെ തന്നില്ലേ ഒരു പാഡിലോക്ക്, അതിൽ കുപ്പിയിൽ എന്തോ പോട്ടുണ്ട്. പോട്ട് അതാ അവിടെ ഒരു പോട്ടുണ്ടോ. അതും പിന്നെ അതാ അവിടെ ഒരു പോട്ടുണ്ട്. നമുക്ക് അതിൽ വെള്ളം നിറച്ച് അവിടെ കൊണ്ടുവയ്ക്കണം. ഈ പാഡിലോക്ക് എടുത്ത് പോയിട്ട് പാഡിലോക്ക് എടുത്ത് പോവാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. 1K വേഗം അടിക്കണം. എല്ലാം സപ്പോർട്ട് ചെയ്യും. നമ്മൾ എത്തിക്കുന്നത് നമുക്ക് അടിക്കാണ് പോകേണ്ടത്. നമുക്ക് അവിടെയുള്ള സാധനം ഗ്രാനി മാറ്റിയത്. ആ സാധനത്തിൽ ഐ ക്യാൻ കട്ട് സംതിങ് എന്ന് പറഞ്ഞില്ലേ, അത് മറ്റേ ഇതാണ് ഗൈസ്. എന്താണ് അതിൻ്റെ പേര്? നമ്മുടെ കോക്കനറ്റ് ഇല്ലേ, കോക്കനറ്റാണ്. കോക്കനറ്റ് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം. നമുക്കിപ്പോൾ കല്ല് വെറുക്കാം. കാരണം എന്താ വെച്ചാൽ ആ 2 പോട്ട് ഉണ്ടല്ലോ, ആ 2 പോട്ടും ഈ കല്ല് വെച്ചിട്ട് എറിഞ്ഞ് വീഴ്ത്താണ് ചെയ്യേണ്ടത്. ഈ സാധനം സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വേഗം പോവാം. ഇതിൻ്റെ ഇടയിൽ ഗ്രാനി വരില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞ നാവ് എടുത്തില്ല. അപ്പോത്തിന് വന്ന് കള്ള. അങ്ങനെ ഡേ 4 അയക്കുന്നത്. എങ്ങനെയും എസ്കേപ്പ് ചെയ്യണം. ഡേ 4 അയക്കുന്നത്. ലോക്ക് തുറക്കാം. അത് പിന്നെ അവിടെ ഗ്രാനി കൊന്ന വിഷയം എനിക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് അവിടെ ഉണ്ടായത്. എനിക്ക് ഇത് കിട്ടിയില്ല. സ്ക്രീൻ റെക്കോർഡ് കിട്ടിയില്ല. ഗൈസ് നമുക്കിത് ലാസ്റ്റ് ഡേ ആണ്. ഈ ഡേ എങ്കിലും എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കണം. ഇത് നേരെ പോവാ. സ്ക്രീൻഷോട്ടൊക്കെ മേലെയാണുള്ള. ഇത് മറ്റേ സ്ക്രീൻ മൊത്തം ബ്ലഡാണ്. ബ്ലഡ് അവിടെ അല്ലേ നമ്മൾ ഇതുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മൂൾക്ക് പോവാ. മൂള് പോയിട്ട് ഇപ്പോൾ ഞാൻ ഗ്രാനിനെ കൊല്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നമുക്ക് വേഗം ഇവിടെ പോകണം. എന്തേലും ഗ്രാനിനെ കൊന്നിട്ട് പോവാം. കല്ല് കിട്ടിയതല്ലേ. നമുക്ക് ഗ്രാനീനെ ഒന്ന് അടിച്ചുറക്കണം. നീ കൂടെ വരിക്കുന്നല്ല ഇരിക്കൂല. ഗ്രാനി തള്ള എവിടെ? അതോ നമ്മളെ കണ്ടിട്ട് ഓടുന്ന്, നമ്മളെ പേടിച്ചോടുന്ന്. നമ്മളെ കണ്ടിട്ട് അതാ അതുകൊണ്ട് പണി വിറ്റ് ഗൈസ്. നീ ഒരു കല്ല് ഇപ്പൊ എവിടെ നിന്ന് ഒപ്പിക്കോ? കല്ലിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കോ? അതത് കല്ല് നമ്മളങ്ങനെ ആനിമേഷൻ ഇന്നൊരു ആനിമേഷൻ മാറുള്ളേ. പാഡിലോക്ക് ഉണ്ട്. ഈ തുറക്കവിടെ പാഡിലോക്ക് തുറക്കാം. പാഡിലോക്ക് നമ്മൾ തുറന്നിക്കുന്നത്. നീല കുപ്പി ഇതാണ്ട് അങ്ങനത്തെ 2 കുപ്പി കൊണ്ടുവയ്ക്കണം. ആ നീല കളറിൽ വെള്ളം സൂചിപ്പിക്കുന്നതാണ്. വെള്ളം അവിടെ നിറക്കണം. എന്തൊക്കെ ടെക്നോളജി. പിന്നെ ഇതിൻ്റെ ഗ്രാനി 5 ഒക്കെ 5, 6 ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് ഒക്കെ കളിക്കണേ. മസ്റ്റ് കമൻറ്റ്.
ഞാനല്ല ഏത് ഗെയിം കളിക്കണേ മസ്റ്റ് കമന്റ് ബിലോ. നമുക്ക് ഒരു കല്ലും കൂടി കിട്ടിയിട്ടാണ് മോളിൽ പോവാൻ. മോളിൽ പോയിട്ട് നമുക്ക് ഇതടിക്കണം. എന്ത് പോട്ട് എടുക്കണം. പോട്ട് അപ്പോൾ നമുക്ക് കല്ല് കിട്ടിക്കുന്നത് 2 കിട്ടിക്കുന്നത് 2 കല്ല് മതി. കാരണം 2 പോട്ട് ഇതല്ലേ ഉള്ളൂ. വേഗം പോവാം. വേഗം പോയിട്ട് ഇതാക്കാം. ഇത് ഇതാക്കിടാ. ഈ ഡേയും കൂടി പോയാൽ നമ്മൾ കഴിഞ്ഞ് മേലെ പോട്ടെ. ഇവിടുന്ന് കല്ലിട്ടാണ് അതാ ഒന്ന് മേലൊക്കെ ഇടിക്കണം. എന്നിട്ട് ഒന്നും കൂടി ഉണ്ടല്ലോ. ഞാൻ 2 അപ്പുറത്തെ ഭാഗത്തേക്ക് അടിച്ചിടാനാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ലിഫ്റ്റ് കൂടെ നമുക്ക് കൊണ്ടുവരാം. കറക്റ്റ് ഒരു കല്ലും കൂടെ ഉള്ളൂ. നമുക്ക് 2 വീണിക്കുന്നത്. നമുക്ക് വേഗം പോയിട്ട് അതെടുക്കാം. എടുത്തിട്ട് നമുക്ക് അതിലിടാം. വെള്ളം നിറക്കണം. തേങ്ങ വരുന്നുണ്ട്. നമ്മളെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ മുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആ 2 പോട്ടും എടുക്കാം. പോട്ട് ഒരു പോട്ടോടെ 2 ഇതാ അവിടെ കിടക്കുന്നുണ്ട്. പോട്ട് എടുക്കാം. പോട്ട് തന്നെയല്ല പറയാ, അറിയൂല. ബേസോ അങ്ങനെ എന്താണ് ബേസ്. അപ്പം നമുക്ക് ഇതെടുത്തിട്ട് ഇനി നമ്മളെ സ്ലിംഗ് ഷോട്ടും കൂടി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിടാം. നേരെ താഴത്തേക്ക് പോവാ. താഴത്താണ് വെള്ളം നിറക്കേണ്ടത്. എവിടെയാണ് വെള്ളമുള്ളത്? വെള്ളം കണ്ടോ? ഇത് ഡ്രോപ്പ് ചെയ്ത വെള്ളമൊക്കെ പോകും. നമ്മൾ വീണ്ടും എടുത്തിട്ട് വന്ന് എടുക്കണം. അതോ ഗ്രാനി അതോടെ കല്ലില്ലല്ലോ. നമുക്ക് വിടക്കാം. ഇങ്ങോട്ട് പോയിട്ട് താഴേക്ക് വരുമ്പോൾ ഞാൻ വീണ്ടും എന്നുണ്ട് ഐഡിയ. ഇത് നിലത്തേക്കിടാൻ പറ്റൂല. അതിൽ വെള്ളമൊക്കെ പോകും. ഷോട്ട് പൈസ നമുക്ക് ഏറ്റവും അടിയിൽ പോവാ. എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോയിട്ടുണ്ടാവും. ഗൈസ്. ഗ്രാനി എന്തെങ്കിലും പോകില്ലേ? എന്നിട്ട് ഗ്രാനിക്ക് എന്താ വട്ട അവിടെ നിൽക്കാൻ ഒക്കെ ചെയ്യും. കാരണം ഇത് വട്ടുള്ള പെണ്ണാണല്ലോ. ഇവിടെ നിൽക്കും. അടിക്കല്ലേ. ഈ തള്ളനെ കൊണ്ടുള്ള ഇടങ്ങാറ്. നമുക്ക് ഫസ്റ്റ് തന്നെ പോയി കല്ല് വെറുക്കാം. ഇല്ലേ അപ്പുറത്ത് കൂടെ കറങ്ങി പോവുക. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. കല്ല് വെറുക്കുക. കാരണം കല്ല് എക്സ്പെൻസീവാണ്. ഈ ഗെയിമിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവാണ് കല്ല്. അത് നമുക്ക് വെറുക്കാം ഫസ്റ്റ്. ഞാൻ ഗ്രാനിനോട് തട്ടണം. 5 ഡേ എടുത്ത് എസ്കേപ്പ് ചെയ്യാൻ. പിന്നെ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതല്ലോ കളിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സെറ്റാണ്. ഇതെങ്ങനെ കളിക്കണ്ടേന്നൊക്കെ ഇപ്പം നമുക്കറിയാം. നമ്മൾക്ക്
മൂന്നാമത്തെ കല്ലും കിട്ടിയിരിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ കല്ലും എടുത്തിട്ട് പോവാ. ഞാൻ കല്ല് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ ഗ്രാനി വന്നാൽ നമുക്ക് ഗ്രാനി അടിക്കാനാണ്. സ്ലിംഗ് ഷോട്ട് ഉണ്ടല്ലോ, അടിക്കാം വിചാരിച്ചിട്ടാണ് ഞാൻ കല്ല് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. 3 കല്ലേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ലൈക്ക് അടി ഗൈസ്, ലൈക്ക് അടി. നാളെ കമല വരുന്നുണ്ട് ഗൈസ്. എല്ലാവരും കാത്തിരിക്കും ഗൈസ്, നാളെ ഇടും. ഗ്രാനി എവിടെ? ഗ്രാനി കാണില്ലല്ലോ. ഗ്രാനി എവിടെ? എവിടെ എവിടെ എവിടെ? അവളെ കാണില്ലല്ലോ. അവളവിടെ. ഞാൻ ഇപ്പോൾ ഗ്രാനിനെ ഉറക്കാൻ നിൽക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ബേസോ ഇതൊക്കെ എടുത്ത് പോകുമ്പോഴേക്കും ഗ്രാനി വരിക. അപ്പോൾ നമ്മൾ പെടും ഗൈസ്. അതാണ് ഞാനിപ്പോൾ തന്നെ ഉറക്കാന്ന് വിചാരിക്കുന്നത്. എവിടെ അത് കാണുന്നില്ലല്ലോ. ആവശ്യ സമയത്ത് ഒന്നും കാണില്ല. അല്ലാത്ത സമയത്ത് എപ്പോൾ വേണേലും കയറി വരും. പിന്നൊരു ഇത് വെച്ചാൽ ഗ്രാനിക്ക് അധികം ചെവി കേൾക്കൂല. ഗ്രാനിക്കാണെങ്കിൽ എന്തൊക്കെയാണ്, ആർക്കോ ഒന്നും ചെവി കേൾക്കൂല. ഗ്രാനിക്ക് കണ്ണു കാണൂല എന്നൊന്നും അറിയില്ല. ഗ്രാൻഡ് പെക്ക് ഉള്ളപ്പോൾ സീനായിരിക്കും. കാരണം ഗ്രാൻഡ് പെൻ്റെ കയ്യിൽ ഗണ്ണുണ്ടാവും. ഗണ്ണ് എവിടത്? ഗ്രാനി എവിടത്? ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യണത് ഗ്രാനിക്ക് വേണ്ടി? ഗ്രാനി അവിടെ നിൽക്കണേ, അവിടേക്ക് അത് വരട്ടെ, തിരിച്ചരട്ടെ. ഇത് കണ്ടോ, എനിക്ക് പ്രശ്നമില്ല. നമുക്ക് വേഗം ഇതെടുത്തിട്ട് പോവാ. വെള്ളം നിറച്ചിട്ട് പോയിട്ട് അവിടെ കൊണ്ടു വെക്കാം. സാധനം അവിടെ വെച്ചിട്ടൊന്നും ഇല്ല. പ്ലീസ് നമുക്ക് വേഗം പോയി നിറച്ച് വെച്ച് വേഗം പോയി ഫ്യൂസ് എടുക്കണം. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും ഫ്യൂസ് കിട്ടുക. നമുക്ക് അടുത്ത ഇതെടുക്കാൻ പോവാ. പോട്ട് തന്നെയല്ലേ പറയാണ് തോന്നുന്നു. നമുക്ക് അടുത്ത പോട്ട് എടുക്കാൻ പോവാ. വെള്ളം നിറച്ചത് കൊണ്ടേ വെക്കാം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം റെഡിയാക്കാൻ നോക്കും. കമല വരുന്നുണ്ട്. നമ്മളിത് നിറച്ചിക്കുന്നത് എൻ്റെ മനസ്സായിരുന്നു. ഫ്യൂസ് തന്നെ ആയിരിക്കും കിട്ടുക. ആയിരിക്കും ഇവിടെ അതാ കറങ്ങുന്ന അത് ഫ്യൂസ് അതെടുത്തിട്ട് പോയിട്ട് വേഗം പോയി മുകളിൽ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വോയിസ് പോട്ടെ. ഗ്രാനി ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവിടെ ഒരു ഓട്ടയിലാണ് നമുക്ക് ഫ്യൂസ് ഫിറ്റ് ചെയ്യേണ്ടത്. തുറന്നിക്കുന്ന ഇതിൽ കൂടെ പോവാം. കാരണം ചിലപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഗ്രാനി വന്നാലും ഇവിടെ പോകാനുള്ളൊരു ട്രിക്കാണ് ഇതിൽ കൂടെ. എല്ലാം പോവാ. എല്ലാം ഇറങ്ങിയോ ഗൈസ്? ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിലീസിൽ നടക്കുന്നു. നമുക്ക് ഇറങ്ങാം. ഫ്രണ്ട് കൂടെ തന്നെ ഇതിൽ കൂടെ ഒരു ട്രിക്ക് ഉണ്ട്. നമുക്ക് അത് പിന്നെ ചെയ്യാം. കാരണം ഇപ്പം അവസാനം എത്തിക്കുന്നത്. ഇപ്പം ചെയ്യാൻ വന്നാൽ പോകും. നമുക്ക് വേഗം പോയിട്ട് എസ്കേപ്പ് ചെയ്യാം. ഗേറ്റ് തുറന്നിക്കുന്നതാണ് ഒരു നിഗമനം. തുറന്നിക്കുന്ന നമുക്ക് പോവാം. The end
വീഡിയോ എൻഡ് ചെയ്ക്കുന്നത് ചാപ്റ്റർ 2 എൻഡ് ചെയ്ക്കുന്നത്